കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് എ സിക്ക് കൂളിംഗ് ഇല്ല എന്നാണ്. നമ്മൾ ഔട്ട്ഡോർ ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഗ്യാസ് ഇല്ല, ലീക്കായി പോയിട്ടുണ്ട്. ഔട്ട്ഡോറും അതുപോലെ തന്നെ ഫ്ലെയർ നെറ്റായിട്ട് ജോയിൻ്റ് ആകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് അവിടെ നിന്ന് ലീക്കേജ് അതിൻ്റെ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇൻഡോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡോറിൻ്റെ ബ്ലോവറിൻ്റെ സൈഡിലായിട്ടൊക്കെ ഓയിൽ മയം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു കൂളിംഗ് ഓയിൽ തന്നെ ആയിരിക്കും ലീക്കേജ്. നിങ്ങൾക്ക് കൂളിംഗ് കോയിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും കോയിലിൻ്റെ സെൻട്രലായിട്ട് ഫുള്ളായിട്ട് ഓയിൽ മയം ഇരിക്കുന്നു. അതിന് ലെഫ്റ്റും റൈറ്റ് ഭാഗത്തും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു ഡസ്റ്റും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സെൻറ്റർ കാണുന്ന ഭാഗത്ത് ഫുള്ളൊരു ഓയിൽ മയമാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് കൺഫേമായി ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും നമ്മൾ ലീക്ക്. അതുപോലെ തന്നെ കൂളിംഗ് കോയിലൂടെ 2 പൈപ്പാണുള്ളത്. ഒന്ന് വലിയ പൈപ്പും ഒന്ന് ചെറിയ പൈപ്പും. അതായത് ചെറിയ പൈപ്പ് ഇന്നും വലിയ പൈപ്പ് ഔട്ടും. നമുക്ക് ആ വലിയ പൈപ്പ് ഔട്ട് ലൈൻ പോകുന്ന പൈപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പോകുന്ന പൈപ്പ് വഴി നമ്മൾ ചാർജ് ലൈൻ കൊടുത്ത് കംപ്രസർ വഴി അകത്തോട്ട് പ്രഷർ കയറ്റി നോക്കുകയാണ്. ലീക്കേജ് കണ്ട ഭാഗത്ത് നമ്മൾ ബ്രേസിംഗ് ഒക്കെ ചെയ്ത് അത് റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി പ്രഷർ കയറ്റി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.